സ്വാഗതം. ഇന്ത്യയുടെ ആണവ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിനാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭാരതീയ നാഭീകീയ വിദ്യുത് നിഗം ലിമിറ്റഡ് അഥവാ ഭാവിനി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിജയകരമായി ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചിരിക്കുന്നു. എന്താണ് ഈ ക്രിട്ടിക്കാലിറ്റി? എന്തുകൊണ്ട് ലോകം മുഴുവൻ ഈ നേട്ടത്തെ ഉറ്റുനോക്കുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ക്രിട്ടിക്കാലിറ്റി എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു ആണവ റിയാക്ടറിനുള്ളിലെ വിഘടന പ്രക്രിയ, അതായത് ന്യൂക്ലിയർ ഫിഷൻ, സ്വയം നിലനിൽക്കാൻ പ്രാപ്തമാക്കുന്ന ഘട്ടമാണ്. പുറത്തുനിന്ന് അധിക സഹായമില്ലാതെ തന്നെ റിയാക്ടറിന് സ്ഥിരമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ. കൽപ്പാക്കത്തെ റിയാക്ടർ ഇപ്പോൾ ഈ പ്രവർത്തനക്ഷമത കൈവരിച്ചിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ എന്നത് സാധാരണ റിയാക്ടറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇതിലെ പ്രധാന സാങ്കേതിക കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് മിശ്രിത ഓക്സൈഡ് ഇന്ധനമാണ്, അതായത് പ്ലൂട്ടോണിയം ഓക്സൈഡും യുറേനിയം ഓക്സൈഡും ചേർന്ന മിശ്രിതം. സാധാരണ റിയാക്ടറുകളിൽ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ലിക്വിഡ് സോഡിയമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉയർന്ന താപനിലയിൽ പോലും മികച്ച രീതിയിൽ ചൂട് കടത്തിവിടാൻ സഹായിക്കുന്നു. ഈ റിയാക്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പേര് തന്നെയാണ്, പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ. ഇത് ഇന്ധനം കത്തിച്ച് തീർക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ഇന്ധനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതായത് യുറേനിയം 238നെ പ്ലൂട്ടോണിയം 239 ആക്കി മാറ്റാൻ ഇതിന് കഴിയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. യുറേനിയം കത്തിക്കുന്നത് പോലെ തോറിയം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് പരിഹരിക്കാനായി 1950കളിൽ ഇന്ത്യയുടെ ആണവ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ 3 ഘട്ടങ്ങളുള്ള ഒരു ആണവ പദ്ധതി രൂപകൽപ്പന ചെയ്തു. ഹെവി വാട്ടർ റിയാക്ടറുകളിൽ സ്വാഭാവിക യുറേനിയം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക, ഇതിന്റെ ഉപോൽപ്പന്നമായി പ്ലൂട്ടോണിയം ശേഖരിക്കുക. ഇനി രണ്ടാം ഘട്ടം, ഈ പ്ലൂട്ടോണിയം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുക. ഇത് കൂടുതൽ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തോറിയത്തെ യുറേനിയം 233 ആക്കി മാറ്റുകയും ചെയ്യുന്നു. മൂന്നാം ഘട്ടം എന്താണ്? ഈ യുറേനിയം 233 ഉപയോഗിച്ച് വലിയ തോതിൽ തോറിയം നേരിട്ട് കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഭാഭ ഇത് കടലാസിൽ രൂപരേഖ തയ്യാറാക്കി 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൽ ഇന്ത്യ അഭിമാനിക്കുന്ന വലിയ കാര്യം എന്താണ്? റഷ്യയ്ക്ക് ശേഷം ഇത്തരമൊരു സാങ്കേതിക വിദ്യ വാണിജ്യികാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ മികവ് തെളിയിക്കുന്നു. ഭാവിയിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സുരക്ഷിതമായി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ മുന്നേറ്റം നമ്മെ സഹായിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറുകൾക്കായി $50 ബില്യൺ ചെലവാക്കിയെങ്കിലും ഒടുവിൽ അവയെല്ലാം ഉപേക്ഷിച്ചു. എന്നാൽ ഇന്ത്യ വെറും $900 മില്യൺ മാത്രം ചെലവിട്ട് റഷ്യയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിജയകരമായി പ്രവർത്തന സജ്ജമാക്കി. അമേരിക്ക $15 ബില്യൺ ചെലവാക്കി പരാജയപ്പെട്ടു. ജപ്പാൻ $12 ബില്യൺ ചെലവാക്കി. എന്നാൽ അവരുടെ മോഞ്ചു പ്രോട്ടോടൈപ്പിൽ 1995 ഒരു സോഡിയം തീപിടുത്തത്തിൽ നിന്നും പിന്നീട് ആ പദ്ധതിക്ക് കരകയറാനായില്ല. ബ്രിട്ടൻ $8 ബില്യൺ ജർമ്മനി $6 ബില്യൺ ചെലവാക്കി. ഫ്രാൻസും ഇറ്റലിയും ഈ രംഗത്ത് നിന്ന് പിന്മാറി. ലോകത്തിലെ ഏറ്റവും ധനികരായ 6 രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ പ്രയാസമേറിയതാണെന്നും അമിത ചെലവുള്ളതാണെന്നും കരുതിയാണ് ഇത് ഉപേക്ഷിച്ചത്. ഇന്ത്യ 2004 $420 മില്യൺ ബജറ്റിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 22 വർഷങ്ങളും ഡസൻ കണക്കിന് സമയപരിധികളും പിന്നിട്ട് ചിലവ് ഇരട്ടിയായെങ്കിലും കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇപ്പോൾ ഒരു നിയന്ത്രിത ആണവ വിഘടന പ്രക്രിയ കൈവരിച്ചിരിക്കുന്നു. ഈ റിയാക്ടറുകൾ ഇപ്പോൾ സജീവമാണ്. മറ്റു രാജ്യങ്ങൾ പിന്മാറിയപ്പോഴും ഇന്ത്യ മാത്രം എന്തുകൊണ്ട് ഇത് തുടർന്നു എന്നതിന് പലരും ചിന്തിക്കാത്തൊരു കാരണമുണ്ട്. ലോകത്തിലെ യുറേനിയം നിക്ഷേപത്തിന്റെ വെറും 1 അല്ലെങ്കിൽ 2% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. 140 കോടി ജനങ്ങളുള്ള ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന ഒരു രാജ്യത്തിന് സാധാരണ ആണവ നിലയങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ലോകത്തിലെ മൊത്തം തോറിയം നിക്ഷേപത്തിന്റെ 25% ഇന്ത്യയുടെ പക്കലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തോറിയം ശേഖരമാണ് ഇത്. തോറിയം ഉപയോഗിച്ചുള്ള ഈ കണക്കുകൂട്ടലുകൾ അതിശയിപ്പിക്കുന്നതാണ്. നിലവിലെ ഊർജ്ജ ഉപഭോഗം അനുസരിച്ച് ഇന്ത്യയുടെ തോറിയം ശേഖരം കൊണ്ട് 700 വർഷത്തേക്ക് രാജ്യത്തിനാവശ്യമായ വൈദ്യുതി നൽകാൻ കഴിയും. മിക്ക രാജ്യങ്ങളും 80 മുതൽ 100 വർഷത്തേക്ക് മാത്രം തികയുന്ന യുറേനിയത്തിന് പിന്നാലെ പോകുമ്പോൾ ഇന്ത്യ 7 മടങ്ങ് അധികം ഇന്ധന ലഭ്യതയുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലാണ്.
യുറേനിയത്തിന്റെ വില കുറവാണ് എങ്കിലും റിയാക്ടറിൽ ശീതകാരിയായി ഉപയോഗിക്കുന്ന സോഡിയം കൈകാര്യം ചെയ്യാൻ പേടിയുള്ളതിനാലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിച്ചത്. സോഡിയം വായുവിൽ സമ്പർക്കം വന്നാൽ തീപിടിക്കുകയും വെള്ളത്തിൽ കലർന്നാൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. റഷ്യയുടെ BN-600 റിയാക്ടറിൽ 1980-നും 1997-നും ഇടയിൽ 27 തവണ സോഡിയം ചോർച്ചയും 4 തവണ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും റഷ്യ പിന്മാറിയില്ല. റഷ്യയെ കണ്ടുപിടിച്ച ഇന്ത്യയും ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. കയ്യിൽ യുറേനിയം വെറും 1%, തോറിയം 25% ഉള്ളപ്പോൾ സാങ്കേതിക വെല്ലുവിളികൾ പിന്മാറാനുള്ള കാരണമാവില്ല. മറിച്ച് മറ്റാർക്കും ലഭിക്കാത്ത 700 വർഷത്തെ ഊർജ സുരക്ഷയിലേക്കുള്ള പ്രവേശന കവാടമായി ഇന്ത്യ അതിനെ കണ്ടു. ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ദ പ്രോഫിറ്റ് ന്യൂസ്.